ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്താ പറയുന്നത്, സുഖമായിട്ടിരിക്കാല്ലേ? ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കാണ് കേട്ടോ. ഇക്കാകെ അമ്മ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ബൈക്കിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഞാനും കൂടിയാണ് കേട്ടോ കയറാനുള്ളത്. സമയം ഇപ്പൊ വൈകിട്ട് ഏതാണ്ട് ഒരു 6:15 ആയിട്ടുണ്ട്. സൂര്യൻ ചേട്ടൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു അടിച്ചുപൊളി ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞൊരു ലോങ് വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഒരു സന്തോഷം നടക്കാൻ പോണത്. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഷോപ്പിംഗ്. ഞാൻ എന്തായാലും നിങ്ങൾ ഒരുപാട് പറഞ്ഞൊന്നും ബോറടിപ്പിക്കുന്നില്ല. എന്താണ് സംഭവം എന്നറിയാൻ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്ന് ഞാൻ വാശി പിടിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കണ്ടാൽ മതിയല്ലോ. എന്തായാലും ഞാൻ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. നമ്മളുടെ വീട്ടിൽ നിന്ന് നടക്കാൻ പോകുന്ന സന്തോഷം വെരി സൂൺ ഇക്കാകാന്റെ ബ്രദറിന്റെ ഹൗസ് വാമിംഗ് ആണോ നടക്കാൻ പോകുന്നത്. ഞാൻ മുന്നത്തെ ഷോർട്ട് വീഡിയോസിലൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വീട് പണി നടക്കുന്നതെല്ലാം. സോ ഇന്നത്തെ ഷോപ്പിങ്ങിന് നമ്മൾ മാത്രമല്ല ഇക്കാക്കയും ഇത്താത്തയും മോളും കൂടി വരുന്നുണ്ട്. നമ്മൾ പോകുന്നത് ലുലു മാളിലേക്കാണ്. ഈ ഒരു ഈവനിങ് ടൈമിൽ കാർ എടുത്തിട്ട് എടപ്പള്ളിക്ക് പോകാന്നുള്ളത് അത്ര പോസിബിൾ അല്ല, നല്ല ട്രാഫിക് ആയിരിക്കും. സോ നമ്മൾ രണ്ട് ടീമും 2 വീലറിനാണ് കേട്ടോ ലുലുവിലേക്ക് എത്തിയത്. മക്കള് രണ്ടാളും വരുന്ന വഴിക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. വണ്ടി ഓഫ് ചെയ്തതും രണ്ടുപേരും ചാടി എഴുന്നേറ്റിട്ടുണ്ട്. ലുലുവിലെത്തിയപ്പോ ഭയങ്കരമായ തിരക്കില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ തിരക്കുണ്ട്. ഫാഷൻ സ്റ്റോറിലേക്ക് എത്തിയപ്പോ ഒരു ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് ഓണം മൂഡിലൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഫാഷൻ സ്റ്റോറിലായതുകൊണ്ട് തന്നെ പല സാധനങ്ങളുടെ മേലിലും ഞങ്ങളുടെ രണ്ടുപേരും എന്റെ ഇത്താത്താടെയും കണ്ണുകൾ ഇങ്ങനെ ഉടക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണുടക്കൽ കൂട്ടി നമ്മൾ വന്ന കാര്യം മറക്കണ്ടെന്ന് ഓർത്ത് ഇക്കാക്കമാർ രണ്ടുപേരും കൂടി ഞങ്ങളെ പിടിച്ചു വലിച്ച് നേരെ കണക്റ്റിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ വന്നേക്കുന്നത് ഹൗസ് വാമിന് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇക്കാക്കാനെയും ഇത്താത്താനെയും കൂടെ കൂട്ടിയേക്കുന്നത് അവർക്ക് കംഫർട്ടായ, അവർക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആയ സാധനം നോക്കി വാങ്ങിക്കാന്നുള്ളതിലാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ തപ്പിത്തടഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഫ്രിഡ്ജ് ആണ് കേട്ടോ. കറന്റ്ലി ഇപ്പോ ഫ്രിഡ്ജുകൾ എല്ലാം വരുന്നത് ആകെ 2 കളേഴ്സിലാണ് കേട്ടോ. ഒന്ന് സിൽവർ കളറും ഒന്ന് ബ്ലാക്ക് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് സെയിൽസ്മാൻ നമ്മളോട് പറഞ്ഞത്. ആക്ച്വലി ഇത്താതാക്കി എടുക്കാൻ കുറച്ചും കൂടി താല്പര്യമായിട്ടുണ്ടായിരുന്നത് കളറിലുള്ള ഫ്രിഡ്ജ് ആയിരുന്നു കേട്ടോ. കാരണം ഇന്റീരിയർ ഒക്കെ ചെയ്ത വാർഡ്രോബിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു കളർ ചൂസ് ചെയ്യാനായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കളറിന്റെ ഓപ്ഷൻസ് വളരെ കുറവാണ്. ഇരിക്കുന്നതാണെങ്കിലും കുറച്ച് ഓൾഡ് മോഡലൊക്കെയാണ്. അപ്പൊ കറന്റ്ലി ഉള്ളതിൽ നല്ല ഫീച്ചേഴ്സ് നോക്കിയിട്ടുള്ളതാണ് നമ്മൾ എടുക്കാൻ നോക്കുന്നത്. നമ്മളിവിടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ് ബ്രാൻഡ് LG ആണ് കേട്ടോ. അപ്പൊ ആ ഒരു LGയുടെ ബ്രാൻഡ് തന്നെ എടുക്കാൻ ഓർത്തിട്ട് ഒരെണ്ണം കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോഴാണ് സെയിൽസ്മാൻ നമ്മളോട് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലിന്റെ സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ അല്ല എന്നുള്ളത്. നമുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പൊ അതിന്റെ സിൽവർ കളർ ഉണ്ട്. സിൽവർ എന്തായാലും വേണ്ടാന്ന് ഓർത്തു. പിന്നെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണ്ടല്ലോ, ഒരുപാട് കടകളുണ്ടല്ലോ. അപ്പൊ നമുക്ക് വേറെ എവിടെയെങ്കിലും കൂടിയും കയറി നോക്കാന്ന് ഓർത്തു. അമ്മയാണെങ്കിൽ ഇവിടെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. അറൌണ്ട് ഒരു 1 വീക്കിനുള്ളിൽ സ്റ്റോക്ക് ഒക്കെ അപ്ഡേറ്റ് ആവും എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും അത് കറക്റ്റ് ആയിട്ട് എപ്പോഴത്തേക്ക് ആവും എന്നുള്ളതും കൂടി ഇവർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. സോ നമ്മൾ ഇവിടെ നിന്ന് ഫ്രിഡ്ജ് എടുക്കാന്നുള്ള ഒരു ശ്രമം സൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട്. എന്നിട്ട് നമ്മൾ നേരെ നോക്കുന്നത് വാഷിംഗ് മെഷീൻ ആണ്. എന്റെ പൊന്നോ, വാഷിംഗ് മെഷീൻ നോക്കുന്ന സമയത്ത് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സെയിൽസ്മാൻ ആള് സെയിൽസിന് മിടുക്കനാണെന്നാണ് കേട്ടോ ഇക്കാകാന്റെ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം അവിടെ ഏകദേശം ഉണ്ടായിരുന്ന എല്ലാ ബ്രാൻഡിന്റെയും ഡിസ്അഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് പറഞ്ഞു തന്നു കേട്ടോ. ഞാനുണ്ടല്ലോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനും യൂസ് ചെയ്തിട്ടുണ്ട്, ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനും യൂസ് ചെയ്തിട്ടുണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന്റെ ഫ്രണ്ട് ലോഡാണ് കേട്ടോ ഞാൻ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ ഒക്കെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മളുടെ പണി കുറച്ചും കൂടി എളുപ്പമാക്കാനായിട്ടാണല്ലോ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴും പിന്നെ കുറച്ചും കൂടി വാഷിംഗ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും ഫീച്ചേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ഫ്രണ്ട് ലോഡ് ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ വാഷിംഗ് മെഷീൻ നമ്മൾ ഇവിടെ നിന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ആയിരിക്കുന്ന ബ്ലാക്ക് ഉണ്ടല്ലോ ഫസ്റ്റ് കാണുന്നത്, അതാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ഓണം അടുപ്പിച്ചായതുകൊണ്ട് തന്നെ ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്. കാര്യമായ ഓഫേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. മക്കള് രണ്ടുപേരും ചെറിയ കച്ചറയൊക്കെ തുടങ്ങിയപ്പോ ഈ ഒരു ട്രോളി എടുത്ത് രണ്ടുപേരും കുറച്ച് അധികം നേരം അതിലിരുത്തി ഞാൻ ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കായിരുന്നേ. അങ്ങനെ വാഷിംഗ് മെഷീന്റെ ബില്ലൊക്കെ പേ ചെയ്തു. ഡെലിവറി അഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ കൊടുത്തിട്ട് നേരെ നമ്മൾ പോകുന്നത് ഇനി മൈജിയിലേക്കാണ് കേട്ടോ. നമ്മൾ തുടക്കത്തിൽ ഈ സൈഡ് ആക്കിയതുണ്ടല്ലോ ഫ്രിഡ്ജ് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് മൈജിയിലേക്ക് വന്നത്. നമ്മൾ ടാബ് നോക്കാനായിട്ട് മൈജിയിൽ കയറിയ സമയത്ത് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഫ്രിഡ്ജ് ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഫ്രിഡ്ജ് ഇവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. പക്ഷെ 3 ഡേയ്സിനുള്ളിൽ അവർ നമുക്ക് ഡെലിവറി ചെയ്യാന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ നിന്ന് തന്നെ എന്തായാലും ഫ്രിഡ്ജ് എടുക്കാനും തീരുമാനിച്ചു കേട്ടോ. ഇത്താതെ ഇക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളിൽ ഇവർ നല്ലൊരു റിസർച്ച് നടത്തുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവർക്ക് നല്ല രീതിയിലുള്ള ഐഡിയാസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സോ നമ്മുടെ ഷോപ്പിങ്ങും അതുകൊണ്ട് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മക്കൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലുലുന്ന് ഇറങ്ങുന്ന സമയത്ത് പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മൈജിയിൽ വന്നിരുന്ന് പോപ്കോൺ കഴിക്കലായിരുന്നു കേട്ടോ മക്കളുടെ പ്രധാന പണി. അപ്പൊ ഈ കാണുന്ന ഫ്രിഡ്ജാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും നമ്മൾ ബ്ലാക്ക് കളർ തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാക്കി തപ്പിക്കൊണ്ടിരിക്കുന്നത് ഒരു കാർഡാണ് കേട്ടോ. കുറെ അധികം കാർഡുകൾ ഉള്ളതുകൊണ്ട് അതിലേത് വേണമെന്നാണ് കേട്ടോ ഈ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സെലക്ടഡ് കാർഡ്സിന് ഇവിടെ ക്യാഷ് ബാക്കും അവൈലബിൾ ആണ്. മൈജിയിലും ലുലുവിലും തമ്മിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു റേറ്റ് ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹംനെ ഹെസയും കൂടി നല്ല രീതിയിൽ ആ പോപ്കോണിനെ ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് ബൈ സൈഡ് ഇരിക്കുന്ന ഫ്രിഡ്ജുകൾ ഉണ്ടല്ലോ, എന്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലമാരി ഫ്രിഡ്ജ്, അതിലൊക്കെ കുറച്ചും കൂടി കളർ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഫ്രിഡ്ജ് ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും അതിന്റെയൊക്കെ ഫീച്ചേഴ്സ്
ഫീച്ചേഴ്സ് കണ്ട സമയത്തുണ്ടല്ലോ ഞാൻ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ ഒക്കെ ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്താലോ എന്നുള്ള ഒരു അതിഭയങ്കരമായ ആഗ്രഹമൊക്കെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ സെയിൽസിലെ ചേട്ടനോട് ചോദിച്ചപ്പോ അതിനൊക്കെ സ്ക്രാപ്പ് വാല്യൂ മാത്രം കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തായാലും കുറച്ചും കൂടി വർഷങ്ങൾ അത് അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് ആശ്വസിച്ചു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ എനിക്ക് പേഴ്സണലി ഫ്രിഡ്ജ് എടുക്കുന്ന സമയത്ത് ബോട്ടം ഫ്രീസർ വരുന്ന ഫ്രിഡ്ജ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ എന്റെ ഇൻട്രസ്റ്റ് ഇവരോട് പറഞ്ഞതുമാണ്. പക്ഷെ ഉണ്ടല്ലോ ഇത്താത്തയും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്താത്ത അതിന്ന് പറഞ്ഞത് ബോട്ടം ഫ്രീസർ ആകുമ്പോൾ കുറെ അധികം കംപ്ലൈന്റ്സ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, കുറെ റിവ്യൂസ് ഒക്കെ അത്ര പൊട്ട റിവ്യൂസ് ആണ്, നല്ല റിവ്യൂസ് ഒന്നും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കറന്റിന്റെ കാര്യത്തിലാണെങ്കിലും കുറച്ച് കൂടുതലാണെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. സോ നമ്മൾ എന്തായാലും ആ ശ്രമം ഉപേക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അതേ പേയ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് നമുക്കൊരു സ്ക്രാച്ച് കാർഡ് കൂടി കിട്ടിട്ടോ. ഇക്കാകെയാണ് സ്ക്രാച്ച് കാർഡ് എടുക്കുന്ന ആള്. എന്തായാലും ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം ഉണ്ടാവും എന്നാണ് കേട്ടോ അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇക്കാകന്റെ ലക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് ഇക്കാക സ്ക്രാച്ച് ചെയ്തപ്പോ 6% ഡിസ്കൗണ്ട് വൗച്ചർ ആണ് കേട്ടോ നമുക്ക് കിട്ടിയത്. നമ്മൾ എടുത്ത ഫ്രിഡ്ജിന്റെ 6% എന്ന് പറയുമ്പോൾ അറൌണ്ട് ഒരു 1800 അടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് എന്തായാലും ക്യാഷ് ആയിട്ട് കിട്ടില്ല. അവിടെ നിന്ന് ആ ഒരു റേറ്റിന് എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണ് കേട്ടോ ഒരു ഓപ്ഷൻ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മൈജിയുടെ മുകളിലേക്ക് വന്നിട്ട് ഓരോ ഐറ്റംസ് ഒക്കെ നോക്കാണ്. അതിനിടയിൽ ഹെസ കുറെ ക്യൂട്ട് ആയിട്ടുള്ള പിൻട്രസ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാത്രക്കട കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നിലുള്ള അഗാധമായ പെണ്ണുണ്ടല്ലോ അതിങ്ങനെ എഴുന്നേറ്റ് വരും കേട്ടോ. ഏതാണ്ട് നമ്മുടെ ബിന്ദു പണിക്കര് CID മൂസ സിനിമയില് എന്റെ ഫ്രിഡ്ജ്, എന്റെ അലമാര, എന്റെ മിക്സി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കിയെടുക്കില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥയൊക്കെ തന്നെയാണ് കേട്ടോ. ഒന്നും വേണ്ടാത്തതായിട്ടുണ്ടാവില്ല. പിന്നെ നമുക്ക് ആ കിട്ടിയ വൗച്ചറിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് 5 ലിറ്ററിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇംപെക്സിന്റെ പ്രഷർ കുക്കർ ആണ് കേട്ടോ. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും അടിവയറ്റിന്ന് വിശപ്പിന്റെ വലിയ അഗാധമായിട്ട് വന്നു. ഞങ്ങൾ തൊട്ടടുത്ത് കണ്ട അൽത്താസയുടെ ഔട്ട്ലെറ്റിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നത്. ഉണ്ടല്ലോ ഈ ചൈൽഡ് സീറ്റിലൊന്നും ചെറുതിലേ തൊട്ടിരിക്കില്ല എന്നായിരുന്നു കേട്ടോ ഇത്താത്താന്റെ കംപ്ലൈന്റ്. ഇന്നിപ്പോ ഹംനാനെ ഇരുത്തിയപ്പോ അവൾക്ക് ചെറിയൊരു വാശി, അവൾക്ക് ഇരിക്കണമെന്നും പറഞ്ഞിട്ട് പിന്നെ ഹംനാന 2 ഗ്ലാസ് ഒക്കെ കൊടുത്ത് കയ്യിൽ പിടിപ്പിച്ചിട്ട് നേരെ ഹെസാനെ പിടിച്ച് നമ്മൾ ആ ചൈൽഡ് സീറ്റിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചധികം നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ഞങ്ങൾ 3 പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്ലേറ്റ് ഷവർമയാണ് കേട്ടോ. ഇക്കാക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുൾ മീറ്റ് ഒരു പൊറോട്ട ഷവർമയായിരുന്നു. അൽത്താസയിലെ ഷവർമ റേറ്റ് പിന്നെ എന്തായാലും ഞാൻ അധികം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എന്തായാലും എല്ലാവർക്കും അറിയാൻ പറ്റും. നല്ല വിശപ്പും കൂടി ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ കഴിച്ചു കേട്ടോ. ഹംനാണെങ്കിൽ നമ്മളെല്ലാം ചെയ്യുന്നത് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ കയ്യിലേക്ക് കൊടുത്ത ആ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ മയോണൈസിൽ മുക്കി കഴിക്കണം എന്നൊക്കെ ഹംനാക്ക് അറിയാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ ബൈറ്റിന് ശേഷവും വീണ്ടും വീണ്ടും മയോണൈസിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പുള്ളിക്കാരി കഴിച്ചുകൊണ്ടിരുന്നത്. ഫുഡ് വരാൻ കുറച്ച് ഡിലേ എടുത്തെങ്കിലും കഴിച്ചു തീർക്കാൻ വലിയ ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വളരെ ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചു തീർത്തിട്ടുണ്ട്. ഇപ്പൊ സമയം ഏതാണ്ട് 10 മണി 10:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വളരെ ഭംഗിയായിട്ട് നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇന്ന് ഇറങ്ങിയത് അത് രണ്ടും സാധിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത്. അതായപ്പോ തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഇനി എന്തായാലും വരും വീഡിയോസിൽ നമ്മുടെ ഹൗസ് വാമിംഗ് വിശേഷങ്ങളും അങ്ങനെ എല്ലാ വിശേഷങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ. എന്റെ ഇതേ എക്സൈറ്റ്മെന്റിൽ നിങ്ങളും ഇതൊക്കെ കാണാൻ വെയിറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ലുലുവിന്റെ പാർക്കിങ്ങിൽ തന്നെ വണ്ടി വെച്ചിട്ടാണ് കേട്ടോ റോഡ് ക്രോസ് ചെയ്ത് മൈജിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി തിരിച്ച് ലുലുവിൽ പോയിട്ട് വേണം നമുക്ക് വണ്ടി എടുത്ത് വീട്ടിൽ പോവാൻ. സോ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. എന്തായാലും യാത്രയില്ല, ഞങ്ങൾ ഇനി വീട്ടിൽ കയറാൻ നോക്കട്ടെ. ഇന്നത്തെ ടാറ്റാ ബൈ ബൈ, സി യു. മിക്കാടെ ഹംനാടെ വകയാണ്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സി യു.